നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിർവാണി ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജൂലൈ 19 മുതൽ ജൂലൈ 26 വരെയുള്ള ദിവസങ്ങളിൽ കർക്കിടകം രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലമാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ നേടാൻ കഴിയും. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, പ്രണയം, വിദ്യാഭ്യാസം, വിദേശയോഗം എന്നിവയിലെല്ലാം ഇനി വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് നോക്കാം. ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചേക്കാം. സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവർക്ക് പരീക്ഷാ തയ്യാറെടുപ്പിൽ ഈ വാരം കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പുതിയ ഉപഭോക്താക്കളെയും പുതിയ കരാറുകളെയും പ്രതീക്ഷിക്കാം. വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നു. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് മുമ്പ് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായ പരിശോധന ഈ വാരം നടത്തേണ്ടത് ആവശ്യമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ തുറന്ന ആശയവിനിമയം നിലനിർത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഈ വാരം സഹായിക്കും. സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരു വാരമാണ്. കുടിശ്ശികയായി ലഭിക്കാനുള്ള ചില തുകകൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. കുടുംബാവശ്യങ്ങൾക്കായി ചില ചിലവുകൾ വരാമെങ്കിലും വരുമാനം അതനുസരിച്ച് മെച്ചപ്പെടാൻ സാധ്യത ഈ വാരത്തിലുണ്ട്. വായ്പയോ നിക്ഷേപമോ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് ഈ വാരം നല്ലതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഈ വാരത്തിൽ ഉണ്ടാകും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും ഐക്യവും വളരാനും സാധ്യതയുള്ള ഒരു വാരമാണ്. വീട്ടിൽ മംഗളകരമായ ഒരു കാര്യം ചർച്ചയാകാം. മാതാപിതാക്കളുടെ അനുഗ്രഹവും കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ വാരം നിങ്ങൾക്ക് വലിയ ശക്തിയാകുന്നതായിരിക്കും. പ്രണയബന്ധങ്ങളിൽ വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുന്ന ഒരു വാരമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നല്ല അവസരം ലഭിക്കുന്ന ഒരു വാരമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവ വേഗത്തിൽ ഈ വാരത്തിൽ പരിഹരിക്കപ്പെടും. വിവാഹാലോചന നടത്തുന്നവർക്ക് ഈ വാരം ശുഭവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വാരമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അധ്യാപകരുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ ലഭിക്കുന്ന ഒരു വാരമായി കാണുന്നു. സ്ഥിരതയോടെ പഠിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ ഈ വാരത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം പൊതുവെ നല്ലതായി ഈ വാരത്തിൽ കാണുന്നു. എന്നാൽ ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യത ഉള്ള ഒരു വാരമായി കാണുന്നു. സമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, വിശ്രമത്തിന് പ്രാധാന്യം നൽകുക എന്നിവ ഈ വാരം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ
ഈ വാരത്തിൽ ലഭിച്ചേക്കാം. അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് ഈ വാരത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഈ വാരത്തിൽ നീങ്ങിക്കിട്ടാൻ സാധ്യതയുള്ള ഈ ആഴ്ചയിലെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും നൽകും. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാൻ ശിവന് ജലധാര സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ വാരം നിങ്ങൾക്ക് ശുഭഫലങ്ങൾ തരുന്നതിന് വളരെ നല്ലതായി കാണുന്നു. ഓം നമഃശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും മനഃശാന്തിയും ധൈര്യവും വർദ്ധിപ്പിക്കും. ഈ ആഴ്ചയിലെ ഭാഗ്യസൂചനകൾ: ഭാഗ്യദിനം തിങ്കളാഴ്ച, ഭാഗ്യനിറം വെള്ള, ഭാഗ്യസംഖ്യ 2, ദിശ വടക്കു പടിഞ്ഞാറ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് കുടുംബ സന്തോഷവും തൊഴിൽ മുന്നേറ്റവും സാമ്പത്തിക പുരോഗതിയും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അനുകൂല ആഴ്ചയായി കാണുന്നു. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോയാൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഈ വാരം. ഈ വാരഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ദിവസേനയുള്ള രാശിഫലങ്ങളും നക്ഷത്രഫലങ്ങളും വാരഫലങ്ങളും ലഭിക്കാൻ ഞങ്ങളുടെ ജ്യോതിർവാണി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.